നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. ജന്മരാശിയധിപനും 6-ാം ഭാവാധിപനുമായ ചൊവ്വ ഉച്ചസ്ഥനായി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ ബലവാനായി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി അനുകൂലമായിരിക്കും. എന്നാൽ അഷ്ടമഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർ ശ്രദ്ധിക്കണം. പഴകിയ ആഹാരങ്ങൾ കഴിക്കുന്നത് ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 10-ാം ഭാവാധിപനായ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 3-ാം ഭാവത്തിൽ ബലവാനായ ചൊവ്വയോടെ യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് ഉണർവും ഉന്മേഷവും വർദ്ധിക്കുന്നു. ഗവൺമെൻറ്റിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. പോലീസ്, മിലിറ്ററി വകുപ്പുകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി വർദ്ധിക്കും. ഗവൺമെൻറ്റിൽ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം വർദ്ധിക്കും. ഫെബ്രുവരി 3-ന് ശേഷം ബിസിനസ്സുകാർക്ക് വൻപിച്ച പുരോഗതിയും പ്രശസ്തിയും ഉണ്ടാകും. വിദേശ ബിസിനസ്സുകൾ പുരോഗമിക്കും. 5-ാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. പ്രണയിക്കുന്നവർ റിലേഷനിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദമ്പതികൾക്ക് സന്തോഷാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. വിവാഹാലോചന നടത്തുന്നവർക്ക് തടസ്സം ഉണ്ടാകുകയില്ല. പൊതുവെ ഫെബ്രുവരി മാസം വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്.